ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ തൊലിയൊക്കെ ഉരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കൈ വെച്ചൊന്ന് അതൊന്ന് ഞവടിയിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ജീരകം, പച്ചമുളക്, കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഈ അരപ്പം നല്ലതുപോലെ അരച്ചെടുക്കുമ്പോഴേ നമ്മുടെ മാങ്ങ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മാങ്ങയിലേക്ക് നമ്മൾ അരപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നല്ലതുപോലെ തിളച്ച് കറിയൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ തൈരൊക്കെ ഉടച്ച് വെച്ചേക്കുന്ന തൈര് നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തൈര് ഒഴിക്കാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തൈരെല്ലാം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി കടുക് വറുത്തിടാം. ഇനി നമുക്കൊന്ന് താളിച്ച് വീഴ്ത്താം കേട്ടോ. അത് താളിച്ചും കൂടെ വീഴ്ത്തിയപ്പം നമ്മുടെ രുചിയൂറും പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്.